വെള്ളിത്തോടാണ് ഉള്ളത്. വലിയ സന്തോഷകരമായ കാര്യം, മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതി ഇവിടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം 51 വീടുകൾ, ആ 51 വീടുകളിലും താമസക്കാരായിട്ടുണ്ട്. ഇവരൊക്കെ ആ കുടുംബാംഗങ്ങളാണ്. നമുക്ക് അവിടെയുള്ള കുട്ടികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കാൻ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. പലരും വെള്ളാർമലയിലും ഒപ്പം തന്നെ മുണ്ടക്കൈ സ്കൂളിലും പഠിച്ച കുട്ടികളാണ്. അവരൊക്കെ തന്നെ തൃക്കേപ്പറ്റ സ്കൂളിലേക്കാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പുതിയ ഒരിടത്തേക്ക്, ദുരന്താനന്തരം അത് പുതിയ ഒരിടത്തേക്ക് അവർ താമസം മാറി. ആ താമസം മാറിയ കുട്ടികളൊക്കെ ഇതാ പോകാൻ വേണ്ടി സജ്ജരായി നിൽക്കുകയാണ്. ഒരു പാട്ടൊക്കെ പാടാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാടുമെന്ന് അറിയില്ല. അവരിങ്ങനെ ആകെ വിറച്ച് നിൽക്കുകയാണ്. എന്തായാലും സുജി, നമുക്ക് അവരിലേക്ക് തന്നെ ഒന്ന് പോകാം. നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലേക്കാണ് പോകുന്നത്? നേരത്തെ എവിടെയാ പഠിച്ചിരുന്നത്? വെള്ളാർമല സ്കൂളിൽ. വെള്ളാർമല സ്കൂളിനെ ആയിരുന്നു പഠിച്ചിരുന്നത്? അതെല്ലേ. എന്താണ് പുതിയ പ്രതീക്ഷ? പുതിയ സ്കൂളല്ലേ, എന്താണ് തോന്നുന്നത്? ഒന്നും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പിയാണോ മോളെ? ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. പഴയ ഫ്രണ്ട്സും പഴയ ടീച്ചേഴ്സ്മാരൊന്നും കാണാൻ പറ്റാത്തതില്. പുതിയ സ്കൂളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പഴയ സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പുതിയ സ്കൂളിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കണത്. പുതിയ സ്കൂളിലും അങ്ങനെ അത്തരത്തിലുണ്ടാവും. പുതിയ സൗഹൃദങ്ങളും പുതിയ കൂട്ടും ഒക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെയാണല്ലോ. പ്രതീക്ഷ ഉണ്ട്, അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കണേ. മോളെ എത്രയിലേക്ക് പോണേ? 9th-ക്കാണ്. നിങ്ങളൊക്കെ അവിടെ സുഹൃത്തുക്കളായിരുന്ന ആളുകളാണോ? ആണ്. അതെ, വെള്ളാർമലയിൽ സുഹൃത്തുക്കളായിരുന്ന ആളുകളാണ്. മോളെ എത്രയിലേക്ക് പോണേ? 6th. അതെല്ലേ. എന്താണ് പുതിയ കൂട്ടുകാരൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണോ? എന്താണുള്ളത്? പ്രതീക്ഷയുണ്ട്. ഇത് കാണുമ്പോ നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം എന്ന് പറയാൻ ഒക്കൂല. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അവരുടെ പൊൻതൂവലുകളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പ്രവൃത്തി. വയനാട്ടിലെ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക. ആ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ട് ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി 2026 ഫെബ്രുവരിയിൽ 51 വീടുകൾ കൈമാറ്റം ചെയ്യുന്നു. ഇന്നലെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടക്കുകയായിരുന്നു. മുണ്ടക്കയിലെ ആ ദുരിതബാധിത പ്രദേശത്തും ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഹൃദയം അങ്ങനെ വിങ്ങിപ്പൊട്ടിയവരാണ് നമ്മളൊക്കെ, അല്ലേ? എനിക്ക് ഇപ്പം ഇന്നലെ എൻ്റെ മക്കളും സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ ഈ വാർത്തകൾ ഇങ്ങനെ കണ്ടപ്പോഴേ വല്ലാത്തൊരു ഒരു 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 ഉള്ളിൻ്റെ ഉള്ളിലൊരു നമുക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ടാവില്ലേ? ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കുത്തിയൊലിച്ച് പെയ്ത ആ രാത്രി കൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെയായി മാറിയ ഒരു കൂട്ടം ജനങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെയായി മാറിയ ഒരു കൂട്ടം ജനങ്ങൾ, ആ ജനതയെ കേരളത്തിൻ്റെ പൊതുസമൂഹം ദാ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു, ചേർത്ത് നിർത്തി, അല്ലേ? അവിടെ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ വീടുകളിൽ 51 വീടുകളിലും ജനം താമസിച്ചു തുടങ്ങി. ആ വീട്ടുകളിലുള്ള മക്കളൊക്കെ പുതിയ സ്കൂളുകളിലേക്ക്, പുതിയ വിദ്യാലയങ്ങളിലേക്ക് വിദ്യ നുകരാൻ വേണ്ടി അറിവ് തേടിയിട്ടുള്ള യാത്ര ഒരു 2ാം ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ്. ഒരു വലിയ ദുരന്തത്തെ അവരഭിമുഖീകരിച്ച് നേരിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുണ്ടായി. ഈ പാർട്ടിയുടെ പൊൻതൂവലുകളിൽ ഒന്ന് എന്ന് ഞാൻ പറയാൻ കാരണം, ഈ പാർട്ടി ചെയ്ത പ്രവർത്തനങ്ങളിലെ മികച്ചു നിൽക്കുന്ന, എല്ലാം മികച്ചതാണ്, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ. പക്ഷേ അവിടെയും കമ്പാരറ്റീവ്ലി ഏതാണ് മികച്ചതെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയും എൻ്റെ പാർട്ടി ചെയ്ത പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികച്ചത് ആ വയനാട്ടിലെ ദുരിതബാധിതരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയതാണെന്ന്. ആ മനുഷ്യരുടെ കണ്ണീരിനൊപ്പം അവരുടെ വേദനക്കൊപ്പം പ്രതിവിധിയല്ല, പക്ഷേ ഒരാശ്വാസം എന്നുള്ള രീതിയിൽ ഇന്നലെ ഈ പാർട്ടി നൽകിയ വീടുകളിൽ നിന്ന് ഈ സാധാരണക്കാരായ പാവങ്ങളായിട്ടുള്ള ആളുകളുടെ മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ സ്വന്തം മക്കൾ ഇറങ്ങിപ്പോയതിലും വലിയൊരു സന്തോഷം. എൻ്റെ മക്കളെ ഞാൻ ഇന്നലെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ചു വന്നതിലും വലിയ സന്തോഷം. കാരണം നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരു വേദന, നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരു വേദന വേദനിച്ചവരും അനുഭവിച്ചവരുമാണ് മുസ്ലിം ലീഗ് നൽകിയ വീടുകളിൽ താമസം തുടങ്ങിയിരിക്കുന്നത്.
ലീഗിന് ഒരു വാശിയുണ്ടായിരുന്നു ആ ടൗൺഷിപ്പ് ഉണ്ടാക്കുമ്പോൾ. ദ ബെസ്റ്റ് അതായിരിക്കണം കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും കൃത്യമായിട്ട്. ഇപ്പം നമ്മളൊക്കെ ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് പല സങ്കല്പങ്ങളും ഉണ്ടാവില്ലേ? അതുപോലെ ദുരിതബാധിതരുടെ സങ്കല്പങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് എല്ലാം സജ്ജമാക്കിയിട്ട് ലീഗ് കൊടുത്തിട്ട് ആ ലീഗ് കൊടുത്ത വീട്ടുകളിൽ നിന്ന് ഈ മക്കൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ എൻ്റെ പാർട്ടി അല്ലാതെ മറ്റാരുണ്ടോ എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഉറക്കെ വിളിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക. ഈ പാർട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഈ പാർട്ടി ഇപ്പോൾ ഇതിൽ പാർട്ടി പണം ചോദിച്ചു ജനങ്ങളോട്. വയനാട്ടിലെ ദുരിതബാധിതരെ നമുക്കൊന്ന് കൈപിടിച്ചുയർത്തണം, നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നടങ്കം പാർട്ടി ചോദിച്ച ഫണ്ടിലേക്ക് ജനം നൽകി അല്ലേ? അപ്പോൾ ആ പണം കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ. അതിനപ്പുറം ഞാൻ എൻ്റെ പാർട്ടി ചോദിച്ചപ്പോൾ കൊടുത്ത പൈസയിൽ ഒരു നയാ പൈസ പോലും വെറുതെയായില്ല, വേസ്റ്റായില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇതിൻ്റെ ഭാഗമായവർക്കൊക്കെ ഇത് കാണുമ്പോൾ സന്തോഷിക്കാനല്ലാതെ മറ്റെന്തിനാ കഴിയുക? കണ്ടമൊന്നിടറുന്നുണ്ടെങ്കിൽ, കണ്ണൊന്ന് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ടാണത്. മനുഷ്യത്വം അല്ലേ മനുഷ്യന് മാത്രമുള്ളതാണ്. ആ മനുഷ്യത്വം നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് കണ്ണ് നിറയും, കണ്ടമൊന്ന് ഇടറും, മനസ്സൊന്ന് പടക്കും. അത് സന്തോഷത്തിൻ്റെതാ, അത് സന്തോഷത്തിൻ്റെതാ. ഒരൊറ്റ രാത്രി കൊണ്ട് ആ കുത്തിയൊലിച്ച് പെയ്ത മഴയിൽ നനഞ്ഞ് കുളിർത്ത് വയനാടൻ തണുപ്പിൽ ഇങ്ങനെ കിട്ടുകിട്ടാ വിറച്ച് ശരീരത്തിലുണ്ടായിരുന്ന ആ ഡ്രസ്സ്, ആ വസ്ത്രം, അതൊന്ന് മാറി ഉടുക്കാൻ പോലും മറ്റൊരു തുണിക്കഷ്ണം പോലും ഇല്ലാതെ വേദനകളുടെ ദുഃഖങ്ങളുടെ പാപഭാരമേറിക്കൊണ്ട് ഇങ്ങനെ നിന്ന ആ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരൊക്കെ ഇന്ന് ആശ്വാസത്തിൻ്റെ ഒരു തീരത്താ എൻ്റെ പാർട്ടി ചെയ്ത് കാണിച്ചു വെച്ചത്. ലോകത്തിന് മാതൃകയായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം വയനാട്ടിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ ചെരുപ്പിൻ്റെ വാറോളമെത്താൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മളാരെയും കുറ്റപ്പെടുത്താറെന്നല്ല. പക്ഷേ എല്ലായിടത്തും എൻ്റെ പാർട്ടി, എൻ്റെ പാർട്ടി, എൻ്റെ പാർട്ടി, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ കുട്ടികൾ ഇന്നലെ ആ വീടുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വന്നിട്ട് അവരൊരുമിച്ച് ആ സ്കൂളുകളിലേക്ക്, വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന ആ കാഴ്ച കാണുമ്പോൾ ഒരു തലമുറയെ സുരക്ഷിതമാക്കാൻ, വളർന്നു വരുന്ന വരും തലമുറക്ക് സുരക്ഷിതമായിട്ട് കയറി കിടക്കാൻ, അവർക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് നമുക്കിപ്പോൾ ഉള്ളത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവകാശങ്ങൾ പറയാനല്ല, വയനാട്ടിലെ ഈ ടൗൺഷിപ്പിൽ താമസിക്കുന്ന ആളുകളോട് പോയിട്ട് ഇത് ഞങ്ങളുണ്ടാക്കിയതാണ്, ഞങ്ങളതാണെന്ന് അവകാശം പറയാനില്ല. അതിനില്ല, അതിന് ഈ പാർട്ടിയില്ല. അവരെ കാണാൻ പോലും പോകില്ല. എൻ്റെ പാർട്ടി ഉണ്ടാക്കി കൊടുത്തതാണ് എന്നുള്ള ഒരു ഗനിമ പറയാൻ, അതിൻ്റെ പേരിൽ മേനി നടിക്കാൻ അതിനങ്ങോട്ട് പോകില്ല. പാവങ്ങളെ ഇടക്കൊന്ന് കാണാൻ, അവരെ ജീവിതത്തിലേക്ക് അവിടെ തുടർന്നുള്ള യാത്രയിൽ അവർക്ക് ഒരാശ്വാസം പകരാനൊക്കെ അങ്ങോട്ട് ചെല്ലും. അതിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം ലീഗുകാരനും ഇതെൻ്റെ പാർട്ടിയുടേതാണെന്ന് പറയാൻ അങ്ങോട്ട് പോകില്ല. പക്ഷേ പോയാലും ഇല്ലെങ്കിലും അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിയായ സന്തോഷം നൽകുന്ന കാര്യമാണ് അല്ലേ? ഇന്നലെ പല പ്രവേശനോത്സവങ്ങളും നമ്മൾ കണ്ടു. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നടന്ന പരിപാടികൾ നമ്മൾ കണ്ടു. ഇതിപ്പോൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ വീടുകളിൽ നിന്ന് ആ വിദ്യാർത്ഥികൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്നതാ. അവരുടെ മനസ്സിൻ്റെ ഉള്ളുകളിലൊക്കെ പല വേദനകളുമുണ്ട്. അവരുടെ സഹപാഠികൾ നഷ്ടപ്പെട്ടവർ, ടീച്ചർമാരെ നഷ്ടപ്പെട്ടവർ, അവർ പഠിച്ച് കളിച്ച സ്കൂളും സ്കൂൾ മുറ്റവും നഷ്ടപ്പെട്ടവർ, അവർ ജനിച്ച് വളർന്ന വീടുകൾ നഷ്ടപ്പെട്ടവർ, ആ ഗ്രാമം തന്നെ നഷ്ടപ്പെട്ടവർ, പറിച്ച് മാറ്റി മറ്റൊരിടത്ത് കൊണ്ടുവന്ന് ചെന്നാക്കിയിരിക്കുക.
അവിടെ എന്താണ് ആകെ ആശ്വാസമുള്ളത്? എൻ്റെ പാർട്ടി നൽകിയതൊക്കെ ബെസ്റ്റായിരുന്നു, ഒന്നിലും കോംപ്രമൈസ് ചെയ്തില്ല, എല്ലാം വളരെ കൃത്യമായി സജ്ജമാക്കി സുഖ സൗകര്യങ്ങളോടുകൂടി പാർട്ടി നൽകി, എൻ്റെ പ്രസ്ഥാനം നൽകി. അവിടെ നിന്ന് ഈ മക്കള് വിദ്യ നുകരാൻ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, ആനന്ദ കണ്ണീരെന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ, അത് തന്നെ. സങ്കടം വരുമ്പോൾ മാത്രമല്ലല്ലോ കണ്ണ് നിറയുന്നത്, സന്തോഷങ്ങളിലും പലപ്പോഴും കണ്ണ് നിറയാറുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയോളം മനുഷ്യത്വം കാണിക്കാൻ കഴിഞ്ഞ മറ്റൊരു പാർട്ടി ഈ ലോകത്തില്ലടോ. കേരളത്തിലില്ലെന്നല്ല, രാജ്യത്തില്ലെന്നല്ല, ഈ ലോകത്തില്ല. എൻ്റെ പാർട്ടിയോളം മനുഷ്യത്വം കാണിക്കാൻ കഴിയുന്ന പാർട്ടി, ആ പാർട്ടി എന്നും അഭിമാനമാണ്. ആ മക്കൾ ഇന്ന് സന്തോഷത്തിലാണ്, അവർ ഹാപ്പിയാണ്, അവരുടെ കുടുംബങ്ങൾ ഹാപ്പിയാണ്, അവരും സന്തോഷത്തിലാണ്. എല്ലാം പാർട്ടി വേണ്ട വിധത്തിൽ ആർക്കും പാർട്ടിയോടൊരു പരിഭവം പറയേണ്ടി വന്നിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു. വീടുണ്ടാക്കിയപ്പോൾ എന്തെങ്കിലും ഒരു വീട്, അങ്ങനെയല്ല, കൃത്യമായിട്ട് സംവിധാനങ്ങളോടുകൂടി ആ വീട്ടിലേക്ക് കുടുംബങ്ങൾക്ക് അങ്ങ് കയറി കിടക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു കൊടുത്തു. കാര്യങ്ങൾ എല്ലാം കൃത്യമായി സജ്ജീകരിച്ച് ഇന്ന് ആ വീടുകളിൽ നിന്ന് മുസ്ലിം ലീഗുകാരൻ, ഈ ലീഗിൻ്റെ പ്രവർത്തകർ വെച്ച ഓരോ രൂപയും അതിൽ ആ മുസ്ലിം ലീഗുകാരനൊക്കെ അതിൻ്റെ ഒരു നമ്മളങ്ങനെയാണല്ലോ, നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം കിട്ടും. പ്രത്യേകിച്ച് അറിവ് നുകരാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് ആ മക്കൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു പ്രതിഫലം നമുക്ക് എല്ലാവർക്കും കിട്ടൂലടോ? കിട്ടുമടോ. കാരണം എന്താ? ആ മക്കൾ പോകുന്നത് വിദ്യ നുകരാനാണ്. ആ മക്കൾ ജീവിക്കുന്ന കാലത്തോളം ആ വീട്ടിൽ നിന്ന് അവരിറങ്ങിപ്പോയി പഠിച്ചുണ്ടാക്കിയത് ഈ സമൂഹത്തിനും ഈ ലോകത്തിനും ഉപകരിക്കുന്ന കാലത്തോളം അതിൻ്റെയൊക്കെ ഒരു നന്മയുടെ ഭാഗം നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണോ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ? ഈ പാർട്ടിക്കല്ലാതെ മറ്റാർക്കടോ ഇതിനൊക്കെ സാധിക്കുന്നത്? കാണുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്, കണ്ടമിടറുന്നുണ്ട്. അത് സന്തോഷത്തിൻ്റെതാ, വല്ലാത്തൊരു അനുഭൂതി, വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ പാർട്ടി മാതൃകാപരമായി ചെയ്തു എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എൻ്റെ പാർട്ടി ചെയ്ത പോലെ ഒരുത്തനും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ പറയൂ. അതെൻ്റെ പാർട്ടിക്ക് മാത്രം സാധിച്ച ഒന്നായിരുന്നു.